Hi everyone, welcome to English with Jo YouTube channel. Day 9 പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എവിടെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്? ആക്ഷൻസ് ഓൺ ഗോയിങ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ കുറേ സമയത്തേക്ക് ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നിടത്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ടി വി കാണുകയായിരുന്നു, ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ ഒരു ആക്ഷൻ കുറേ സമയത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. ആദ്യം ഈ ടെൻസിലെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ ശേഷം വാസ് അല്ലെങ്കിൽ വേർഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബിനൊപ്പം ING ചേർക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ കഴിഞ്ഞ ശേഷം നോട്ട് ആഡ് ചെയ്യുക. എന്നാൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ആദ്യമാണ് വരേണ്ടത്, അത് കഴിഞ്ഞ ശേഷമാണ് സബ്ജക്റ്റ്. അതിനുശേഷം V1 ഫോമിനൊപ്പം ING ചേർക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം നോട്ട് ആഡ് ചെയ്യുക. ഇനി എപ്പോഴാണ് വാസ് ചേർക്കേണ്ടത്, എപ്പോഴാണ് വേർഡ് ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വാസ് എന്നുള്ളത് സബ്ജക്റ്റ്, ഐ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ വാസ് ആണ് വരേണ്ടത്. വി, യു, ദേ ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഐ വാസ് എന്നല്ലാതെ ഐ വേർഡ് ഉപയോഗിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലാണ്, അതായത് ഒരു സാങ്കല്പികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. സെൻറ്റൻസ് സ്ട്രക്ചർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് വാസ് എന്ന് വന്നിരിക്കുന്നത്. വേർബിനൊപ്പം ING ചേർക്കുക, സ്റ്റഡിയിങ്, അതിനുശേഷം ഒബ്ജക്റ്റ് ഇംഗ്ലീഷ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഐ വാസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നില്ല. അപ്പോൾ വാസിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്യുക. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നോ? ഇവിടെ യു എന്ന് സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് വേർ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടായിരിക്കുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ വേർ യു നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ വേർ യു നോട്ട് എന്നത് വേറിൻറ്റ് യു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കൺട്രക്ഷനാണ്. അങ്ങനെയാവുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. വേറിൻറ്റ് കഴിഞ്ഞ ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. അവൾ അത്താഴം പാചകം ചെയ്യുകയായിരുന്നു. അതായത് കഴിഞ്ഞൊരു സമയത്ത് കുറച്ച് നേരത്തേക്ക് നടന്നൊരു ആക്ഷനാണത്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ വാസ് കുക്കിംഗ് ഡിന്നർ, അവൾ അത്താഴം പാചകം ചെയ്യുകയായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് വാസ് എന്ന് വന്നിരിക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആവുമ്പോൾ നോട്ട് ആഡ് ചെയ്യുക. ഷീ വാസ് നോട്ട് കുക്കിംഗ് ഡിന്നർ, അവൾ അത്താഴം പാചകം ചെയ്യുകയായിരുന്നില്ല. അവൾ അത്താഴം പാചകം ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കാനായി വാസ് ആദ്യം വരണം, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരേണ്ടത്. വാസ് ഷീ കുക്കിംഗ് ഡിന്നർ, വാസിൻറ്റ് ഷീ കുക്കിംഗ് ഡിന്നർ, അവൾ അത്താഴം പാചകം ചെയ്യുകയായിരുന്നില്ലേ? ഈ സെൻറ്റൻസ് സ്ട്രക്ചർ പറയുമ്പോൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അതിനുശേഷം എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, വെൻ, വൈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കാം എന്ന് നോക്കാം. അവൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാർ ഓടിക്കുകയായിരുന്നു. ഇതിൽ രണ്ട് സെൻറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒന്ന്, മെയിൻ ക്ലോസ് വാസ് ഡ്രൈവിംഗ് എ കാർ എന്നതും സബോർഡിനേറ്റ് ക്ലോസായി വന്നിരിക്കുന്നത് വെൻ ഷീ കോൾഡ് മീ എന്നതും. ഇതിലെ മെയിൻ ക്ലോസ് പാസ്റ്റിൽ നടന്ന ഒരു ഓൺ ഗോയിങ് ആക്ഷനാണ്, ഐ വാസ് ഡ്രൈവിംഗ് എ കാർ. എന്നാൽ സബോർഡിനേറ്റിംഗ് ക്ലോസ് വെൻ ഷീ കോൾഡ് മീ എന്നത് പാസ്റ്റ് ടെൻസിലെ തന്നെ ഓൺ ഗോയിങ് ആക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നൊരു ആക്ഷനാണ് വെൻ ഷീ കോൾഡ് മീ എന്നത്. അതുകൊണ്ട് ഏത് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഐ വാസ് ഡ്രൈവിംഗ് എ കാർ വെൻ ഷീ കോൾഡ് മീ, അവൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാർ ഓടിക്കുകയായിരുന്നു. ഒന്നുകൂടി മനസ്സിലാവാനായി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ വാസ് കുക്കിംഗ് വെൻ ഷീ കെയിം, അവൾ വരുമ്പോൾ ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ പാചകം ചെയ്യുകയായിരുന്നു എന്നത് പാസ്റ്റ് ടെൻസിലെ ഒരു ഓൺ ഗോയിങ് ആക്ഷനാണ്.
സോ ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാ? ഐ വാസ് കുക്കിംഗ്. പാസ്റ്റ് ടെൻസിൽ ഒരു ഓൺ ഗോയിങ് ആക്ഷൻ ആയതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി സബോർഡിനേറ്റിംഗ് ക്ലോസ് നോക്കൂ. വെൻ ഷീ കെയിം, അവൾ വരുമ്പോൾ. ഇത് പാസ്റ്റ് ടെൻസിലെ ഓൺ ഗോയിങ് ആക്ഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നൊരു ആക്ഷനാണ് വെൻ ഷീ കെയിം, അവൾ വരുമ്പോൾ എന്നത്. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇത് പറയേണ്ടത്. ഐ വാസ് കുക്കിംഗ് വെൻ ഷീ കെയിം, അവൾ വരുമ്പോൾ ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വൈൽ എന്നുള്ള കൺജങ്ഷൻ എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിച്ച് പറയുന്നത് എന്ന് നോക്കാം. അവൻ TV കാണുമ്പോൾ വെള്ളം കുടിക്കുകയായിരുന്നു. ഈ സെന്റൻസിൽ പാസ്റ്റ് ടെൻസിൽ ഒരേ സമയത്ത് നടന്ന രണ്ട് ഓൺ ഗോയിങ് ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഹി വാസ് ഡ്രിങ്കിങ് വാട്ടർ, അവൻ വെള്ളം കുടിക്കുകയായിരുന്നു. വൈൽ ഹി വാസ് വാച്ചിങ് TV, അവൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ ഒരേ സമയം പാസ്റ്റ് ടെൻസിൽ നടന്ന ഓൺ ഗോയിങ് ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ വൈൽ എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ച് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. അതുകൊണ്ട് മെയിൻ ക്ലോസ്, സബോർഡിനേറ്റിംഗ് ക്ലോസ് ഇവ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. എന്താണ് മെയിൻ ക്ലോസ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം ആ സെന്റൻസിൽ ഉണ്ടാവും. അതാണ് മെയിൻ ക്ലോസ്. എന്നാൽ സബോർഡിനേറ്റിംഗ് ക്ലോസ് മെയിൻ ക്ലോസിന്റെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, എക്സ്പ്ലനേഷൻ തരുന്നതാണ് സബോർഡിനേറ്റിംഗ് ക്ലോസ്. അതിൽ സെന്റൻസിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പാസ്റ്റ് ടെൻസിൽ ഒരേ സമയത്ത് നടന്ന രണ്ട് ഓൺ ഗോയിങ് ആക്ഷനാണ്. ഒന്ന്, ഞാൻ സ്കൂളിൽ പോകുകയായിരുന്നു എന്നതും മഴ പെയ്യുകയായിരുന്നു എന്നതും. അതുകൊണ്ട് മെയിൻ ക്ലോസ്, സബോർഡിനേറ്റിംഗ് ക്ലോസ് ഇവ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. While I was walking to school, it was raining. While, when conjunction മിഡിൽ ആയിട്ടും ഉപയോഗിക്കാം. It was raining while I was walking to school എന്നും പറയാം. ഇനി മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ TV കാണുകയായിരുന്നു. എങ്ങനെ പറയാം? I was watching TV. ഞാൻ TV കാണുകയായിരുന്നില്ല. നെഗറ്റീവ് സെന്റൻസ് ആക്കി പറയുമ്പോൾ എങ്ങനെ പറയാം? I wasn't watching TV. ഞാൻ TV കാണുകയായിരുന്നോ? എങ്ങനെ ചോദിക്കാം? ആദ്യം was വരണം, അതിനുശേഷം സബ്ജക്റ്റ്. Was I watching TV? ഇനി ഞാൻ TV കാണുകയായിരുന്നില്ലേ എന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ wasn't I watching TV എന്ന് ചോദിക്കാം. ഇനി when കൺജങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കാം എന്ന് നോക്കാം. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇതിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നത് പാസ്റ്റിൽ നടന്ന ഒരു ഓൺ ഗോയിങ് ആക്ഷനാണ്. സോ ഇത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ്. പാസ്റ്റിൽ നടന്ന മറ്റൊരു ആക്ഷനാണ്, അതായത് ഓൺ ഗോയിങ് ആക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നൊരു ആക്ഷനാണ് നീ എന്നെ വിളിച്ചു എന്നത്. നീ എന്നെ വിളിക്കുമ്പോൾ എന്ന് പറയാനായിട്ടാണ് വെൻ എന്നുള്ള കൺജങ്ഷൻ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് മീ. വെൻ യു കോൾഡ് മീ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. കാരണം വിളിച്ചു എന്നത് ഒരു ഓൺ ഗോയിങ് ആക്ഷൻ അല്ല, അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യു കോൾഡ് മീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വൈൽ എന്നുള്ള കൺജങ്ഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസിൽ രണ്ട് ഓൺ ഗോയിങ് ആക്ഷൻസ് ഒരേ സമയത്ത് നടക്കുമ്പോൾ. ഈ സെന്റൻസ് നോക്കൂ. എൻ്റെ സഹോദരൻ TV കാണുമ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് ഓൺ ഗോയിങ് ആക്ഷനാണ് ഒരേ സമയത്ത് നടക്കുന്നത്. ഒന്ന്, സഹോദരൻ TV കാണുകയായിരുന്നു എന്നും രണ്ടാമത്തേത് ഞാൻ പഠിക്കുകയായിരുന്നു എന്നതും. അതുകൊണ്ട് ഈ രണ്ട് സെന്റൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വൈൽ എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ച് പറയേണ്ടത്. അപ്പോൾ ഈ സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വാസ് സ്റ്റഡിയിങ് വൈൽ മൈ ബ്രദർ വാസ് വാച്ചിങ് TV. ഈ സെന്റൻസിലെല്ലാം നോക്കൂ. അവൾ കാത്തിരിക്കുകയായിരുന്നു. അവൾ കാത്തിരിക്കുകയായിരുന്നില്ല. അവൾ കാത്തിരിക്കുകയായിരുന്നോ? അവൾ കാത്തിരിക്കുകയായിരുന്നില്ലേ? ഇവയെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.